BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണം തിരിച്ചുപിടിക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങളുമായി കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രചാരണം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കും. ചെന്നിത്തലയുടെ ദീർഘകാലത്തെ പാർലമെന്ററി അനുഭവ സമ്പത്തും സംഘടനാ പാടവവും പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് കരുത്തു പകരുമെന്നാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. കോൺഗ്രസ് പ്രചാരണ കമ്മിറ്റി ചെയർമാനായി രമേശ് ചെന്നിത്തലയെ AICC നിയോഗിച്ചു. പ്രചാരണ കമ്മിറ്റിയുടെ സഹ അധ്യക്ഷൻ ഡോക്ടർ ശശി തരൂറും കൺവീനർ ഷാഫി പറമ്പിലുമാണ്. ഹൈബി ഈഡൻ, റോജി M. ജോൺ, CR മഹേഷ്, മാത്യു കുഴൽനാടൻ, രമ്യ ഹരിദാസ്, M. ലിജു, ദീപ്തി മേരി വർഗീസ് എന്നിവരാണ് ക്യാമ്പയിൻ കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ. യുവജനങ്ങൾക്കിടയിലുള്ള സ്വാധീനവും ഷാഫി പറമ്പിലിന്റെ താഴെത്തട്ടിലുള്ള സംഘടനാ പ്രവർത്തനവും ഒരേപോലെ പ്രയോജനപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എല്ലാ സാമുദായിക, മഹിളാ, യുവ സമവാക്യങ്ങളും പുലർത്തിക്കൊണ്ടാണ് നിയമനം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനകീയമായ ഒരു വികസന രേഖ തയ്യാറാക്കുന്നതിനായി പ്രകടന പത്രിക സമിതിയും നിലവിൽ വന്നു. ബെന്നി ബെഹനാൻ MP അധ്യക്ഷനായ ഈ സമിതിയിൽ കൊടിക്കുന്നിൽ സുരേഷ് MP ആണ് സഹ അധ്യക്ഷൻ. വിഷൻ 2026 എന്ന പേരിൽ കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകുന്ന ഒരു മാസ്റ്റർ പ്ലാന് പ്രകടന പത്രികയിലൂടെ അവതരിപ്പിക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. ബൂത്ത് തലം മുതൽ സ്ഥാനാർത്ഥി നിർണയം വരെയുള്ള കാര്യങ്ങളിൽ ഹൈക്കമാൻഡ് നേരിട്ട് നിരീക്ഷണം നടത്തുന്നുണ്ട് എന്നതും ഇത്തവണത്തെ ഒരുക്കങ്ങളുടെ പ്രത്യേകതയാണ്. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നതിനും പ്രചാരണം നയിക്കുന്നതിനുമുള്ള ഈ സമിതിയിൽ ആകെ 10 അംഗങ്ങളാണുള്ളത്. രമേശ് ചെന്നിത്തല ചെയർമാൻ, ശശി തരൂർ MP സഹ അധ്യക്ഷൻ, യുവജനങ്ങളുടെയും താഴെത്തട്ടിലുള്ള പ്രവർത്തകരെയും ഏകോപിപ്പിക്കാൻ ഷാഫി പറമ്പിൽ MP, ഹൈബി ഈഡൻ MP, റോജി M. ജോൺ MLA, CR മഹേഷ് MLA, മാത്യു കുഴൽനാടൻ MLA, രമ്യ ഹരിദാസ്, M. ലിജു, ദീപ്തി മേരി വർഗീസ് തുടങ്ങിയവരുടെ പട്ടികയാണ് ഉള്ളത്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനായി മറ്റു ചിലരെ കൂടി ഹൈക്കമാൻഡ് നിയോഗിച്ചിട്ടുണ്ട്. AICC ഒബ്സർവേഴ്സ് ആയി സച്ചിൻ പൈലറ്റ്, കനയ്യ കുമാർ, ഇമ്രാൻ പ്രതാപ് ഖടി, KK ജോർജ് എന്നിവരാണ് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള നിരീക്ഷകർ. അതേസമയം ഞായറാഴ്ച കൊച്ചിയിൽ ചേരാനിരുന്ന KPCC നേതൃയോഗം മാറ്റിവെച്ചു. യോഗം തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് KPCC ഓഫീസിൽ ചേരും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഈ യോഗം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളാണ് മുഖ്യ അജണ്ട. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.